ഹലോ, ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 22ാമത്തെ ഡേ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 വീക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മൾ ഈ ഒരു വീക്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ ഇന്നലെ ഡീപ്പ് ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇന്ന് നമ്മൾ റെസ്റ്റാണ്. ഇന്ന് നമ്മുടെ മുടിക്ക് പ്രത്യേകമായിട്ട് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് വളരെ കുറച്ച് ഓയിൽ മുടിയുടെ തുമ്പിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതും നിങ്ങളുടെ മുടിയിൽ നല്ലോണം അത്യാവശ്യം ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ അങ്ങനെ മുടിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. അതായത് നമ്മൾ നോർമൽ കുളിക്കുന്ന പോലെ തന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്തിട്ട് കുളിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും എടുക്കുമ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രം എടുക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, മുടി നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. നന്നായിട്ട് ഉറക്കവും കാര്യങ്ങളും ഒക്കെ ഒരു കൃത്യതയോടെ ചെയ്യുക. അതായത് ഉറക്കമില്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയാനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുടിയിലുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഹെയർ ഫോൾ ഇത്രയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇൻവേർഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 90 ഡേയ്സ് എന്തൊക്കെ കാര്യങ്ങളാണോ മുടങ്ങാണ്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചലഞ്ച് എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേയിലെ കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ നെല്ലിക്ക, അതുപോലെ തന്നെ കറിവേപ്പില ഒരു തണ്ട് ഡെയിലി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കറിവേപ്പില ഒരു തണ്ട് കഴിക്കുക, അതിൻ്റെ ഇലകൾ കഴിക്കുക. അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ നെല്ലിക്ക കഴിക്കുക. അല്ലെങ്കിൽ പൗഡറായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾക്കതൊരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂണൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് മിക്സ് ചെയ്തിട്ട് അതൊക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിക്കുക, വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക കേട്ടോ.